കൊച്ചുവേലായുധനെ അധിക്ഷേപിച്ചു വിട്ട ഗോപിരായാവ് ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. രാവിലത്തെ വാർത്താ പ്രളയത്തിനിടയിൽ മുങ്ങിപ്പോയതാണ്. എന്നിരുന്നാലും നാട്ടുകാർ ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ, പറഞ്ഞത് വസ്തുതയാണോ ഇല്ലയോ എന്ന് ദൃശ്യസഹിതം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഗോപിരായാവിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. അദ്ദേഹം പുള്ള് എന്ന പ്രദേശത്ത് നടത്തിയ ആ നാട്ടുകൂട്ടം, നാട്ടുരായാവായി ഇരുന്നു കൊണ്ട് അദ്ദേഹം സ്വന്തം പ്രജകളുടെ പരാതികൾ കേൾക്കുകയായിരുന്നു. ആ പരാതി കേൾക്കുന്നതിനിടയിലാണല്ലോ ഈ പാവപ്പെട്ട മനുഷ്യൻ ഒരു നിവേദനവുമായിട്ട് വരുന്നത്. കാര്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തീകരണം എന്നുള്ള നിലയ്ക്ക് എഴുത്തും വായനയും അറിയാത്ത മനുഷ്യനാണെന്ന് പ്രവർത്തി കാണുമ്പോൾ അറിയാം. മറ്റാരോ PR ടീമുകാർ എഴുതി കൊടുത്ത ഒരു വിശദീകരണമാണ്. അതിലാണ് ഇതേ ഇങ്ങനെ പറയുന്നത്. അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നു എന്ന് കാണുന്നു. അതായത് ആ നിരസിച്ച സംഭവത്തെ മറ്റ് ചിലർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണോ? ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തി, അതും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു നന്മ മരം ഈ നാട്ടിൽ ഇനി വളർന്നു വരാനേ ഇല്ല എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചത്. ചട്ടിമറിയൊക്കെ പോയി കണ്ട് സഹായത്തോട് സഹായം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിവേദനവുമായിട്ട് പാവപ്പെട്ട ആ മനുഷ്യൻ കടന്നു വരുന്നത്. ദയാരഹിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ അപേക്ഷ പോലും സ്വീകരിക്കാതെ ഇതെൻ്റെ വിഷയമല്ല, കടന്നു പോയെന്ന് ആ രൂപവും ഭാവവും വ്യക്തിയെ കണ്ടപ്പോൾ ഒന്ന് സ്പർശിക്കാൻ പോലും തയ്യാറാകാതെ, അല്ലെങ്കിൽ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ രായാവ് ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. നിരാശയോട് മടങ്ങി. എന്നാൽ എല്ലാവരോടും ഇങ്ങനെയാണോ? അല്ല. ചില സ്ത്രീകളും അദ്ദേഹത്തിനോട് പരാതിയുമായിട്ട് വന്നു. പിന്നെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുമുണ്ടല്ലോ ചില മാങ്ങാണ്ടി എഫക്റ്റ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു പരാതിയുമായിട്ട് വന്നപ്പോൾ എങ്ങനെയാണ് അതേ വേദിയിൽ പെരുമാറിയതെന്ന് ഒന്ന് കണ്ടേ. കണ്ടല്ലോ, തട്ടിത്തലോടി സ്നേഹപ്രകടനമൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ സ്ഥിരം വീക്ക്നെസ് ഇറക്കിയിട്ടു. ആ പരാതിയുമായിട്ട് വന്ന സ്ത്രീ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇളക്കം സംഭവിച്ചു. പക്ഷെ മറ്റതോ, ഏതാ ഒരു പടുകളമായി ഒരു വീടും കൊണ്ട് വന്നിരിക്കുന്നു, അടുത്തോട്ട് പോടോ എന്നുള്ള നിലയ്ക്ക് ആട്ടി ഓടിച്ചിട്ട് മറ്റൊരിടത്ത് എങ്ങനെയാണ് പരിഗണിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ കണ്ടത്. ഇതേ വേദിയിൽ തന്നെ മറ്റൊരു പ്രായമായ കക്ഷി കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതിയുമായി ചെന്ന സന്ദർഭത്തിലും നികൃഷ്ടമായിട്ടാണ് ആട്ടി ഓടിക്കുന്നത്. ഒരു പരാതിയും സ്വീകരിക്കില്ല. കാര്യം ഞാൻ ഇവിടെ വന്നത് സുഖിക്കാനാണെന്ന് ഇവന്മാർക്കറിയില്ല. ഇവന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ എനിക്ക് വേറെ ജോലിയില്ലേ. അതൊക്കെ ഈ പാലം കടക്കുവോളം രാമനാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്നത് പോലെയാണ് ഉന്നതകുല സവർണ രാഷ്ട്രീയമെന്ന് പലർക്കും ഇന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പിന്നാലെ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ ചെല്ലുന്നത്. രായാവിനെ പോലെ ഇരിക്കുമ്പോൾ, പാവപ്പെട്ടവൻ ഭവ്യതയോടുകൂടി ചെല്ലുമ്പോൾ ആ ആട്ടി ഓടിക്കുന്ന ശരീരഭാഷയും ആ മുഖഭാവവും മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരു വ്യക്തി എത്രമാത്രം ദാക്ഷിണ്യമില്ലാതെയാണ് പെരുമാറിയതെന്നുള്ള കാര്യം. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വിശദീകരിച്ച് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നത് എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ്. രാഷ്ട്രീയ ഉന്നം ഉള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്കൊരു വീടെങ്കിലും ലഭ്യമായല്ലോ. കഴിഞ്ഞ 2 കൊല്ലമായി ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ. കേട്ടല്ലോ, അതിലും ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരിക്കട്ടെ, ഞാൻ കാരണം വീട് കിട്ടിയെന്ന്. ഇതുപോലുള്ളൊരു അല്പനാണ്. ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാസം എഴുതിയെടുക്കുന്ന പൈസ മാത്രം മതി. നികുതിപ്പണമാണല്ലോ. ലക്ഷക്കണക്കിന് രൂപ ഇദ്ദേഹം എഴുതിയെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുന്നത്. ആ പണമെടുത്ത് ആ പാവപ്പെട്ടവന് കൊടുത്താൽ മതിയല്ലോ. ഇഷ്ടംപോലെ ആസ്തിയുള്ള മനുഷ്യനാണല്ലോ. അപ്പോൾ പണമുള്ളവന് കൂടുതൽ പണത്തോട് ആർത്തി ഉണ്ടെന്ന് ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കുക. കാര്യം അവനെ സംബന്ധിക്കുന്നിടത്തോളം പുതിയ മേഖലയിലിരുന്ന് അവൻ്റെ കച്ചവടം വികസിപ്പിക്കുക എന്നത് മാത്രമായിരിക്കും ഉദ്ദേശം. അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അടുത്ത് എന്താണ് പച്ചയായിട്ടുള്ള ഇവരുടെ സമീപനം എന്നുള്ളതാണ് കൊച്ചുവേലായുധൻ എന്ന മനുഷ്യന് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് സമ്പന്നരുടെ വീട്ടിൽ ചെന്നാൽ പോലും സാധാരണക്കാരന് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെയാണ്. ആ സമ്പന്നൻ അല്ലെങ്കിൽ ഉന്നത കുലജാതൻ ഏത് പദവിയിലെത്തിയാലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ഇങ്ങനെ നീചമായിട്ട് മാത്രമേ പെരുമാറത്തുള്ളൂ. അത് അവരുടെ മനോഭാവമാണെന്ന് ഇനിയെങ്കിലും നാട്ടുകാർ തിരിച്ചറിയണം.